നമസ്കാരം. മനുഷ്യചരിത്രത്തിൻ്റെ ഏടുകളിൽ നാവിക പാരമ്പര്യത്തിന് സമാനതകളില്ലാത്ത അധ്യായങ്ങൾ രചിച്ചവരാണ് വൈക്കിങ്ങുകൾ. സാഹസികമായ കടൽ യാത്രകളും അതിനൂതനമായ കപ്പൽ നിർമ്മാണ ശൈലിയും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഈ ചരിത്രത്തിൻ്റെ പുതിയൊരു തെളിവ് ഇപ്പോൾ ഡെൻമാർക്കിലെ സമുദ്രതീരത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഏകദേശം 600 വർഷത്തോളം പഴക്കമുള്ളതും അതീവ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടതുമായ ഒരു വമ്പൻ കപ്പലാണ് സമുദ്ര പുരാവസ്തു ഗവേഷകർ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. സ്വെൽഗെറ്റ് 2 എന്ന് പേരിട്ടിരിക്കുന്ന ഈ കണ്ടെത്തൽ കേവലം ഒരു കപ്പൽ അവശിഷ്ടം എന്നതിലുപരി മധ്യകാലഘട്ടത്തിലെ യൂറോപ്യൻ വ്യാപാരത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയുടെ അടയാളമായിട്ടാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. ഈ കണ്ടെത്തലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം കപ്പലിൻ്റെ വലിപ്പവും അതിൻ്റെ സങ്കീർണമായ നിർമ്മാണ രീതിയുമാണ്. ഏകദേശം 92 അടി നീളമുള്ള ഈ കപ്പൽ കോഗ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. മധ്യകാല യൂറോപ്പിലെ സമുദ്ര വ്യാപാരത്തിൻ്റെ നട്ടെല്ലായിരുന്നു ഈ കപ്പലുകൾ. അവയുടെ ചരക്ക് സംഭരണ ശേഷി കൊണ്ടാണ് ഇവ ചരിത്രത്തിൽ ഇടം പിടിച്ചത് പോലും. ഇത്രയും വലിയൊരു കപ്പൽ അക്കാലത്ത് നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നു എന്നത് ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അറിവാണ്. കപ്പൽ നിർമ്മാണ കലയെ അതിൻ്റെ അങ്ങേയറ്റത്തെ പരിധിവരെ വൈക്കിംഗ് കരകൗശല വിദഗ്ധർ എത്തിച്ചിരുന്നു എന്നതിന് ഇതിലും വലിയൊരു മികച്ച ഉദാഹരണം ലഭിക്കാനില്ല. ഈ കണ്ടെത്തലിനെ സമുദ്ര പുരാവസ്തു ശാസ്ത്രത്തിലെ ഒരു നിർണായകമായ നാഴികക്കല്ല് എന്നാണ് പര്യവേക്ഷണ സംഘത്തിന് നേതൃത്വം നൽകിയ ഓട്ടോ ഉൾഡം വിശേഷിപ്പിച്ചത്. കപ്പലിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ ഗവേഷകർ ഉപയോഗിച്ചത് ഡെൻഡ്രോക്രോണോളജി അഥവാ മരത്തിലെ വളയങ്ങൾ പരിശോധിക്കുന്ന രീതിയാണ്. കപ്പലിൻ്റെ ചട്ടക്കൂട് നിർമ്മിക്കുവാൻ ഉപയോഗിച്ച തടികളിലെ വളയങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഈ വമ്പൻ കപ്പൽ ക്രിസ്തുവർഷം 1410 അടുത്ത് നെതർലാൻഡ്സിലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് വ്യക്തമായി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പതിച്ച ഈ കപ്പൽ ഇത്രയും കാലം കേടുപാടുകൾ കൂടാതെ എങ്ങനെ അതിജീവിച്ചു എന്നത് വിസ്മയകരമാണ്. സമുദ്രത്തിനടിയിലെ ചെളിയും മണലും ചേർന്ന ഒരു പാളി കപ്പലിൻ്റെ മുകളിൽ ഏകദേശം 40 അടിയോളം ഉയരത്തിൽ ഒരു സംരക്ഷണ കവചം തീർത്തിരുന്നു. ഓക്സിജൻ്റെ സാന്നിധ്യം കുറഞ്ഞ ഈ അന്തരീക്ഷം കപ്പലിൻ്റെ മരഭാഗങ്ങൾ ജീർണിക്കുന്നത് തടയുകയും ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെ ഇതിനെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. കപ്പലിൻ്റെ പായ കെട്ടുന്നതിനുള്ള കയറുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നശിക്കാതെ ലഭിച്ചു എന്നത് ഈ കണ്ടെത്തലിൻ്റെ മാറ്റ് കൂട്ടുന്നു. സാധാരണയായി കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇത്തരം ഭാഗങ്ങൾ ലഭിക്കുക അസാധ്യമാണ്. എന്നാൽ സ്വെൽഗെറ്റ് 2-ൽ ഇവ സുരക്ഷിതമായിരുന്നത് വഴി പഴയ കാലത്ത് കപ്പലുകൾ എങ്ങനെയാണ് കാറ്റിനെ പ്രതിരോധിച്ചത് എന്നും അവയുടെ സഞ്ചാര വേഗത നിയന്ത്രിച്ചിരുന്നതെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. കപ്പലിലെ വ്യാപാരികളുടെയും നാവികരുടെയും ദൈനംദിന ജീവിതം എങ്ങനെയായിരുന്നു എന്നതിലേക്കും ഇത് വെളിച്ചം വീശുന്നു. മധ്യകാലഘട്ടത്തിലെ മനുഷ്യർ കടലിനെ കീഴടക്കാൻ ഉപയോഗിച്ച ബുദ്ധിശക്തിയും കഠിനാധ്വാനവും ഈ തടിപ്പലകകളിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. ചുരുക്കത്തിൽ ഡെൻമാർക്കിലെ ഈ കണ്ടെത്തൽ ചരിത്രത്തെയും ശാസ്ത്രത്തെയും പുനർനിർവചിക്കുന്ന ഒന്നാണ്. സമുദ്രത്തിനടിയിലെ നിഗൂഢതകളിൽ നിന്ന് വീണ്ടെടുത്ത ഈ വിസ്മയം വരും തലമുറകൾക്ക് മധ്യകാല നാവിക ചരിത്രത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് പകർന്നു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കപ്പലിൻ്റെ ഓരോ ഭാഗവും പരിശോധിക്കുന്നതിലൂടെ അക്കാലത്തെ സാമ്പത്തിക വ്യവസ്ഥയെയും ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തെയും കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്വമൈ TV.